ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ സാധാരണ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നമാണല്ലോ, ഉച്ചയ്ക്ക് ഊണിന് എന്ത് കറി തയ്യാറാക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനും ഒരു കൺഫ്യൂഷനിലാണ് എന്ത് കറിയാണ് ഉണ്ടാക്കേണ്ടത്. കറിക്ക് കാര്യമായി ഒന്നും വീട്ടിലിരിപ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങാണ്. നല്ല മഴയാണ് കേട്ടോ. മുറ്റത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ നല്ല ചേമ്പുമ്മേന്ന് നല്ലൊരു കൂമ്പുന്നാൾ നോക്കി ഞാൻ കണ്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഇന്ന് നമുക്ക് ഒരു കറി തയ്യാറാക്കാം. അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഒരു കുടയൊക്കെ ചൂടിയിട്ട് ഞാൻ നേരെ നമ്മുടെ ചേമ്പിൻ്റെ ചുവട്ടിലോട്ടായിട്ട് പോയി. അതുമേന്ന് നല്ലൊരു ചേമ്പ് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കപ്പങ്ങയും കൂടി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ കപ്പങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ചേമ്പും അതുപോലെ പരിപ്പും ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് ആദ്യമേ കഴുകി നമുക്ക് ഈ ചട്ടിക്കലത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് 2 കതിർപ്പ് വേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്ക് ഈ പരിപ്പ് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ താള് നമുക്കൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ഈ പുറന്തോല് ഒന്ന് കീന്തി കളയാം കേട്ടോ. ഇതുപോലെ ഒന്ന് നാര് വലിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ചേമ്പെല്ലാം നന്നായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പങ്ങയുടെ തോലൊന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കപ്പങ്ങയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വെന്തോ എന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കപ്പങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ചേമ്പന്താളും നമുക്ക് കഴുകി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഈ പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചേമ്പും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. കാരണം നമ്മളിത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചേമ്പിൽ വെള്ളം വലിച്ചു കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചേമ്പിലെ വെള്ളം ഇതുപോലെ നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേമ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അല്പം മുളക് പൊടി കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ഈ താളും അതുപോലെ തന്നെ നമ്മുടെ കപ്പങ്ങയൊക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇതിനകത്തേക്ക് 2 കതിർപ്പ് വേപ്പില, അതോടൊപ്പം തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അല്പം ജീരകം എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ കപ്പങ്ങയും താളും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് 3-4 വറ്റൽമുളക്, 2 ചുമന്നുള്ളി അരിഞ്ഞത്, 2 കതിർപ്പ് വേപ്പില എന്നിവ ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കുന്നതൊന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്